ഹലോ ഗായ്സ്, ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് ഫുഡ് അടിക്കാനായിട്ട് ഇവിടെ ഖോബറിലുള്ള താജ് അൽ ഹിന്ദ് എന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഞങ്ങൾ രാത്രിയായിട്ടോ വന്നപ്പോൾ തന്നെ രാത്രിയായപ്പോഴാണ് ഒരു ഡിന്നർ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി ചെന്നു. നല്ല രീതിയിൽ നല്ല വെൽ ലിറ്റ് ആൻഡ് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. സൗത്ത് ഇന്ത്യൻ പ്ലാറ്റേഴ്സാണ്, അതിൽ സൗത്ത് ഇന്ത്യൻ ഡിഷസും അതുപോലെ നോർത്ത് ഇന്ത്യൻ ഡിഷസും അവൈലബിൾ ആണ്. ആദ്യം ഇതുപോലെ കുറച്ച് പപ്പടം കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ടായിരുന്നു, നമ്മുടെ മല്ലിയിലയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം ഒരു ചട്നി പോലത്തെ ഒരു സാധനം. പക്ഷേ കൊള്ളാട്ടോ, അത് രണ്ടും കൂടി ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ അടുത്തത് നമുക്ക് സെർവ് ചെയ്തത് നല്ല പുതിനയിലേക്ക് ഇട്ടിട്ട് നല്ലൊരു ലെമൺ ജ്യൂസ് ആയിരുന്നു. അതും ഒരു നല്ല ചെറിയ തരിപ്പൊക്കെയുള്ള നല്ല അടിപൊളി ഒരു ജ്യൂസായിരുന്നു കേട്ടോ അതും. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഹാങ് ഔട്ട് പ്ലാറ്ററാണ്. പിന്നെ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് ഖോബറിലെ ലുലു കാണാം. ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. 50 മിനിറ്റ്സാണ് നമുക്കുള്ള വെയിറ്റിംഗ് ടൈം. നമ്മളത് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം വന്നത് നല്ല ചിക്കൻ സൂപ്പാണ്. നല്ല സൂപ്പായിരുന്നു, നല്ല ടേസ്റ്റിയാണ്. ആക്ച്വലി ഞാൻ ഓർക്കും ഇത്രയും വലിയൊരു ബൗൾ നിറച്ച് സൂപ്പ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണോ കഴിക്കുക. ഇത് കഴിക്കുന്നത് തന്നെ ഓൾമോസ്റ്റ് നമ്മളുടെ വയറിൻ്റെ ഒരു പോർഷൻ നല്ല ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ തൂക്കിയിട്ടിരിക്കുന്ന തൊട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ ഹാങ് ഔട്ട് പ്ലാറ്റർ എത്തിയിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്ത് ഷ്രിമ്പാണ്, ഒരെണ്ണത്തിനകത്ത് മട്ടൻ കറിയും, ഒരെണ്ണത്തിനകത്ത് ചിക്കൻ കറിയുമാണ്. പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കനുണ്ട്, പിന്നെ കുറച്ച് നാനുണ്ട്, കുറച്ച് ബിരിയാണി റൈസും ആണുള്ളത്. ഒരു 3 ആളുകൾക്ക് കഴിക്കാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ കഴിച്ചിട്ട് കുറച്ച് എക്സ്ട്രാ വന്നു. അല്ലെങ്കിൽ ഒരു 3 പേർക്ക് കഴിക്കാനുള്ളത് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ ഓരോരുത്തർ കഴിക്കുന്നത് പോലെ ഇരിക്കുമല്ലോ, ഓരോരുത്തർ കഴിപ്പ് ഓരോ രീതിയിലല്ലേ. പിന്നെ ഈ ഷ്രിമ്പൊക്കെ നല്ല ഫ്രഷായിരുന്നു കേട്ടോ, നല്ല ചൂടും ഉണ്ടായിരുന്നു, നല്ല ഫ്രഷായിരുന്നു, സാധനമൊക്കെ നല്ല ഫ്രഷായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ പ്രത്യേകിച്ച് മലയാളികൾ ഇച്ചിരി എരിവും പുളിയൊക്കെ കൂടുതൽ വേണമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഓർഡർ ചെയ്ത സാധനത്തിന് ഇച്ചിരി എരിവൊക്കെ കുറവായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. ഹെവിയായിരുന്നു, ഭയങ്കര ഹെവിയായിരുന്നു. ശരി, ബൈ ബൈ.